ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡോ കഴിഞ്ഞ സീസണോ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടാങ്സാന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് എംപറർ പദവിയിലേക്ക് എത്തുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ വൂവിന്റെ കൂടെ നിൽക്കുന്ന ഡാമിങ്ങിന് 1,00,000 വർഷം പഴക്കമുള്ള സോൾ ബീസ്റ്റിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഉടനെ തന്നെ എർമിങ് ബ്ലൂ സിൽവർ പ്ലാന്റിലുള്ള മാറ്റത്തെ പറ്റി അവരോട് പറയുന്നു. ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ചുറ്റും ഗോൾഡൻ കളർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മാറ്റം വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഡാമിങ് അപ്പോൾ പറയുന്നുണ്ട്, ഇതിനെ തന്നെയാണ് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചത്. ടോപ്പ് ലെവലിലുള്ള ഒരു പ്ലാന്റ് ആണിത്. അത് കണ്ട് വൂവിന് ഒരുപാട് സന്തോഷമാകുന്നു. അവൾ കരുതിയിരുന്നത് ടാങ്സാന്റേത് സാധാരണ ബ്ലൂ സിൽവർ പ്ലാന്റ് ആണെന്നാണ്. അത് അവന്റെ അമ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കുമെന്ന് വൂ പറയുന്നു. അത് മാത്രമല്ല, ടാങ്സാന്റെ അമ്മയും 1,00,000 വർഷം പഴക്കമുള്ള ഒരു സോൾ ബീസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡാമിങ് പറയുകയാണ്, അപ്പോ ഇപ്പോഴാണ് അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് പ്രോപ്പർ ആയിട്ട് അവേക്ക് ആയത്. പിന്നെ വീണ്ടും ടാങ്സാനെ കാണിക്കുന്നു. ടാങ്സാൻ പറയുകയാണ്, എന്റെ അമ്മ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയ മാർഷൽ സോൾ ആണിത്. ആ രൂപം അതെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങേക്ക് കിട്ടിയ സോൾ റിങ് ഇപ്പോൾ ചെറിയ ശക്തിയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ചെറിയ ശക്തി മാത്രമേ അങ്ങയുടെ ബോഡി ഇപ്പോൾ താങ്ങുകയുള്ളൂ. പക്ഷെ ഈ സോൾ റിങ്ങിനെ ഇവോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് ടാങ്സാന്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വയം ആ സോൾ റിങ്ങിന്റെയും ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ആ രൂപം പറയുകയാണ്, എംപറർ അവേക്കനിങ് നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ശക്തരാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങേക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആജ്ഞാപിച്ചാൽ മതി, ഞങ്ങൾ കൂടെ ഉണ്ടാകും. അവസാനം ആ രൂപം പറയുകയാണ്, മൈ കിങ്, എനിക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ ഏകാന്തതയിലേക്ക് പോകണം. ഞാൻ പോവുകയാണ്. ടാങ്സാൻ അപ്പോൾ പോകുന്നതിന് മുമ്പ് ആ രൂപത്തോട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം ടാങ്സാൻ വൂവിനോട് എന്ന പോലെ പറയുകയാണ്, എന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് എന്റെ അമ്മ തന്ന സമ്മാനമാണ്. നിന്റെ പോലെ തന്നെ എന്റെ അമ്മയും ഒരു സോൾ ബീസ്റ്റ് ആണ്. എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കുറിച്ച് ഓർത്ത് സന്തോഷപ്പെട്ടാന്. എർമിങ് ഇതേ സമയം വൂവിനോട് പറയുകയാണ്, ടാങ്സാൻ ഒരു സാധാരണക്കാരനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൻ ഒരു കില്ലാടിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ആര് കരുതി മനുഷ്യരുടെ ഇടയിലുള്ള എംപറർ ആണ് അവനെന്ന്. വൂവിന് അതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വൂ പറയുകയാണ്, അതുകൊണ്ടൊന്നുമല്ല ഞാൻ അവനെ ഇഷ്ടപ്പെട്ടത്. അവൻ ഇത്രയ്ക്ക് ശക്തിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാനെ. കാരണം വേറൊന്നുമല്ല, അക്കാദമിയിൽ അവൻ ചേർന്ന സമയത്തൊക്കെ എല്ലാവരും യൂസ്ലെസ് മാർഷൽ സോൾ ഉള്ളവൻ എന്നൊക്കെ പറഞ്ഞ് അവനെ എല്ലാവരും കളിയാക്കുമായിരുന്നു. പക്ഷേ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു മാർഷൽ സോളും ഇല്ല. യൂസ്ലെസ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് അവൻ തെളിയിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടത്. എർമിങ്ങും സമ്മതിക്കുന്നുണ്ട് ടാങ്സാൻ അടിപൊളിയാണെന്ന്. എങ്കിലും ഡാമിങ് മനുഷ്യരുടെ ലോകത്തേക്ക് പോകാൻ വൂവിനെ അനുവദിക്കുന്നില്ല. കാരണം അത് ഡേഞ്ചറസ് ആണ്. മാർഷൽ സോൾ ഹാൾ അവളുടെ പുറകെ തന്നെയുണ്ട് എന്നൊക്കെയാണ് ഡാമിങ് പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ എർമിങ്ങും അതിനോട് യോജിക്കുന്നുണ്ട്. വൂ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരു സോൾ മാസ്റ്റേഴ്സും ധൈര്യപ്പെടില്ല എന്നാണ് എർമിങ് ഒക്കെ പറയുന്നത്. എന്നാൽ വൂ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എന്നേക്കും ഇവിടെ ഒളിച്ചിരിക്കാനാകില്ല. എന്റെ അമ്മയെ കൊന്ന ബേബി ഡോങ്ങിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അപ്പോൾ ഡാമിങ് പറയുകയാണ്, ബേബി ഡോങ് വളരെ പവർഫുൾ ആണ്, വെറും സാധാരണ സ്ത്രീയല്ല. നിന്റെ അമ്മയുടെ സോൾ റിങ് പോലും ആർജിച്ചതാണ് ബേബി ഡോങ്. അതുകൊണ്ട് തന്നെ ബേബി ഡോങ്ങിനെ നേരിടണമെങ്കിൽ നീ ഒരുപാട് പവർഫുൾ ആകണം. അപ്പോ താൻ നല്ലവണ്ണം കൾട്ടിവേറ്റ് ചെയ്ത് ബേബി ഡോങ്ങിനെ പോലെ സ്ട്രോങ് ആയിട്ട് അവളെ കൊല്ലുമെന്ന് വൂ പറയുന്നു. അത് മാത്രമല്ല, മറ്റുള്ള സോൾ ബീസ്റ്റുകളുടെയും പ്രൊട്ടക്ഷൻ അവൾ ഉറപ്പുവരുത്തുന്നു. ഹെവൻലി ട്രിബുലേഷന് ശേഷം അവളുടെ അമ്മയും വൂയും മനുഷ്യരാകാനാണ് തെരഞ്ഞെടുത്തത്. പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ ബേബി ഡോങ് അവളുടെ അമ്മയെ കൊന്നു. പിന്നെ കാണിക്കുന്നത് മാസ്റ്റർ യൂഷിയാണ്. സോൾ മാസ്റ്റേഴ്സ് മിസ്സിംഗ് ആവുന്നതിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 100 വർഷം പഴക്കമുള്ള ഒരു ബുക്കിൽ നിന്ന് അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഡെത്ത് കിങ് സ്പൈഡർ മാർഷൽ സോൾ ആയിട്ടുള്ളവർക്ക് മറ്റുള്ള സോൾ മാസ്റ്റേഴ്സിന്റെ എനർജി ആഗിരണം ചെയ്യുവാൻ സാധിക്കും. അവിടെ തന്നെ ഉണ്ടായിരുന്ന എർലോങ് ആകട്ടെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ അവനെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ്, പാലസിൽ നിന്ന് വന്നതിന് ശേഷം ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ഒരേ ഒരു ഇരിപ്പാണ്. നിങ്ങൾ എന്താണ് ഈ അന്വേഷിക്കുന്നത്? അവൾ അവന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം ഇത്രയും നേരമായിട്ടും അവൻ കഴിച്ചിട്ടില്ല. അത് തണുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചെയ്യുന്ന വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം കാണുന്ന എർലോങ്ങിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അവന്റെ ബുക്ക് പിടിച്ച് മാറ്റാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഈ ബുക്ക് 100 വർഷം പഴക്കമുള്ള റെയർ ആയിട്ടുള്ള ബുക്കാണ്, ഇത് കീറരുത്. അപ്പോഴേക്കും ഫ്ലാൻഡർ ഹെവൻ ദുവ പാലസിലെ ക്രൗൺ പ്രിൻസുമായിട്ട് അങ്ങോട്ട് വരുന്നു. സോൾ മാസ്റ്റേഴ്സ് മിസ്സിംഗ് ആവുന്നതിനെ പറ്റി ക്രൗൺ പ്രിൻസും കുറെ അന്വേഷിച്ചിരുന്നു. പക്ഷെ ഒന്നും തന്നെ അദ്ദേഹത്തിന് കിട്ടിയില്ല. യൂഷിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് യൂഷിയുടെ അടുത്തേക്ക് വന്നത്. യൂഷി അപ്പോൾ അവന്റെ അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. മിസ്സിംഗ് ആയിട്ടുള്ള സോൾ
മാസ്റ്റേഴ്സിന്റെ എണ്ണം കൂടി വരികയാണ്. മിസ്സിംഗ് ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിനെ ഉപയോഗിച്ച് കൾട്ടിവേഷൻ ചെയ്യുവാൻ സാധിക്കും. ഡെത്ത് കിങ്, സ്പൈഡർ, മാർഷൽ സോൾ ആയിട്ടുള്ളവർക്കാണ് ഇത്തരത്തിൽ കൾട്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലൂടെ വളരെ വേഗത്തിൽ അവരുടെ കൾട്ടിവേഷനിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നു. ക്രൗൺ പ്രിൻസ് അതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. യൂഷി അപ്പോൾ ബിബി ഡോങ്ങിനെ ഓർക്കുന്നുണ്ട്. എന്നാൽ ബിബി ഡോങ്ങിന്റെ പേര് പറയുന്നില്ല. യൂഷി പറയുകയാണ്, പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാനാകില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രവർത്തിയോട് ക്ലാനിലുള്ള എല്ലാവരോടും ഇതിനെപ്പറ്റി പറയുക എന്നത് മാത്രമാണ്. അതുവഴി എല്ലാ ക്ലാനിലും ഉള്ളവർക്ക് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാനാകും. അത് കേട്ട് ക്രൗൺ പ്രിൻസും സമ്മതിക്കുകയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൗൺ പ്രിൻസ് അവിടുന്ന് പോകുന്നു. ക്രൗൺ പ്രിൻസ് പോയി കഴിയുമ്പോൾ ഡോങ് യൂഷിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബിബി ഡോങ്ങിനെ സംശയമുണ്ടല്ലേ? അവൾക്ക് ട്വിൻ മാർഷൽ സോൾ ആണ് ഉള്ളത്. അതിൽ ഒരെണ്ണം ഡെത്ത് കിങ് സ്പൈഡർ ആണ്. എന്നാൽ ഇതേ സമയം ഫ്ലാൻഡറും യൂഷി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ലാതെ എടുത്തുചാടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. എർലോങ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവളെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടോ? യൂഷി പറയുകയാണ്, ഒരിക്കലുമില്ല. അവളാണ് ഇതിന്റെ പുറകിലെങ്കിൽ ലോകം മുഴുവനും അവൾക്ക് എതിരായിരിക്കും. ആർക്കും അവളെ സംരക്ഷിക്കാനാകില്ല. എങ്കിലും ഇത് അവളുടെ പ്രവൃത്തി ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവൻ സ്വയം ആത്മകഥം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും പെടുമെന്ന്. എന്നാൽ എർലോങ്ങിന് അത് ഇഷ്ടമാകുന്നില്ല. അത് കേട്ട് എർലോങ് പറയുകയാണ്, അപ്പോൾ ഇപ്പോഴും നിങ്ങൾ അവളെ കെയർ ചെയ്യുന്നുണ്ടല്ലേ? യൂഷി അപ്പോൾ അതിന് ഉത്തരം കിട്ടാതെ തപ്പി തടയുന്നു. യൂഷി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന്. ഫ്ലാൻഡർ അപ്പോൾ അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥം എടുത്തുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് അവൻ കഴിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ എർലോങ് അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് യൂഷിക്ക് കൊടുക്കുന്നു. യൂഷി ആകട്ടെ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വളരെ ഇൻട്രസ്റ്റോടെ ഇപ്രാവശ്യം അത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണെന്നും പറയുന്നു. എർലോങ് അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഇനിയും കൊണ്ടുവരട്ടെ. പിന്നെന്താ എന്ന് യൂഷി പറഞ്ഞു കഴിയുമ്പോൾ അത് എടുക്കാൻ വേണ്ടി എർലോങ് അവിടെ നിന്ന് പോകുന്നു. എർലോങ് പോയി കഴിയുമ്പോൾ ഫ്ലാൻഡർ ചോദിക്കുന്നുണ്ട്, ഒരു സാധാരണ ഭക്ഷണ പദാർത്ഥം ഇത്രയ്ക്ക് ടേസ്റ്റ് ആണെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നീ ശരിക്കും അനുഭവിക്കുകയാണല്ലേ? എന്നാൽ യൂഷി അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെന്ന് പറയുന്നു. സാധാരണ ഭക്ഷണമാണെങ്കിൽ പോലും എർലോങ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ടാങ്സാന്റെ ഫാദറിന്റെ അടുത്തേക്ക് വന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. ബ്ലൂ സിൽവർ പ്ലാന്റ് വീണ്ടും അവേക്ക് ചെയ്ത് എംപറർ പദവിയിലേക്ക് എത്തിയെന്നും അവന്റെ 5ാമത്തെ സോൾ റിംഗ് ആർജിക്കുന്ന സമയത്ത് അവൻ അമ്മയെ കണ്ടു എന്നൊക്കെ ടാങ്സാന്റെ ഫാദറിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഫാദർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് കണ്ടതെന്ന്. തന്റെ സ്പിരിച്വൽ സീലാണ് അമ്മയെ കണ്ടതെന്നും ആദ്യമായിട്ടാണ് അമ്മയെ ഇതേപോലെ കാണുന്നതെന്നും അമ്മ കരഞ്ഞുകൊണ്ട് തന്നോട് ക്ഷമാപണം നടത്തിയെന്നും ഒക്കെ ടാങ്സാൻ പറയുന്നു. ടാങ്സാന്റെ ഫാദറിനും മനസ്സിലാവുന്നുണ്ട് അവന്റെ അമ്മയിൽ നിന്നാണ് ബ്ലൂ സിൽവർ പ്ലാന്റ് എംപററിന്റെ ശക്തി അവന് കിട്ടിയതെന്ന്. അതിനുശേഷം ടാങ്സാന്റെ ഫാദർ പറയുന്നുണ്ട്, നിന്റെ അമ്മയല്ല ക്ഷമാപണം നടത്തേണ്ടത്. നിന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ ഞാനാണ് ക്ഷമാപണം നടത്തേണ്ടത്. നിന്റെ അമ്മ ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല. അതും പറഞ്ഞുകൊണ്ട് ടാങ്സാന്റെ ഫാദർ ചുമച്ച് ചോര തുപ്പി അവിടെ മുട്ടുകുത്തിയിരുന്നു പോകുന്നുണ്ട്. ടാങ്സാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾ സ്ഥാനം തെറ്റി കിടക്കുകയാണ്. ടാങ്സാൻ ഉടനെ തന്നെ ഹീല് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ കൈ തട്ടി മാറ്റി ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നിന്റെ ശക്തി കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നീ നിന്റെ കൾട്ടിവേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുമ്പോൾ ടാങ്സാൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോ ഈ മുറിവുകളൊന്നും കുഴപ്പമില്ല, ഇത് തന്റെ കൺട്രോളിന് കീഴിലാണെന്ന് ടാങ്സാന്റെ ഫാദർ പറയുന്നു. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട് ടാങ് ക്ലാന്റെ ടെക്നിക് ഉപയോഗിച്ച് ടാങ്സാന്റെ ഫാദറിനെ ഹീൽ ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ ടാങ്സാന്റെ ഫാദർ പറയുന്നത് അതെല്ലാം ഒരു തുള്ളി വെള്ളം പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ ഫാദറിന്റെ അത്രയും പവർഫുൾ ആകും. അതിനുശേഷം എനിക്ക് ഫാദറിനെ ഹീൽ ചെയ്യാൻ സാധിക്കും. അതുവരെയും ഫാദർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എടുത്തുചാടി ഫാദറിന്റെ ശക്തിയൊന്നും പ്രയോഗിക്കരുത്. എന്നാൽ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുവരെയും കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന് ടാങ്സാന്റെ ഫാദർ പറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യത്തോടെ ടാങ്സാൻ അവന്റെ സോൾ ബോൺ ഉപയോഗിച്ച് സ്വയം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എട്ടുകാലിയുടെ സോൾ ബോൺ കഴുത്തിൽ വെച്ചുകൊണ്ട് ടാങ്സാൻ പറയുകയാണ്, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയായിരിക്കും ചെയ്യുക. അവൻ ഉറച്ച തീരുമാനത്തിലാണെന്ന് മനസ്സിലാക്കി ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, ശരി ശരി, ഞാൻ നിന്നോട് സമ്മതിച്ചിരിക്കുന്നു. വയസ്സായ എനിക്കിപ്പോൾ നിന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നീ പറയുന്നതെല്ലാം തന്നെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ നീയും എനിക്ക് വാക്ക് തരണം. നീ ഇപ്പോൾ ചെയ്തതുപോലെ എടുത്തു ചാടി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. അത് സമ്മതിച്ച് ചിരിച്ചുകൊണ്ട് ടാങ്സാൻ പറയുകയാണ്, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നീ മരണമല്ലേ ആഗ്രഹിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോകാം. അതിനുശേഷം പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ടാങ്സാന്റെ ഫാദർ ടാങ്സാനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ കുറെ സ്ഥലങ്ങളിലായിട്ട് ആളുകൾ തൂങ്ങി മരിക്കപ്പെട്ട നിലയിലാണ്. ചില ആളുകൾ മദ്യപിച്ച് അവിടെ ഇവിടെ കിടക്കുന്ന പോലെയും. അവർ മരിച്ച അവസ്ഥയിലാണോ എന്നറിയില്ല.
ഇഷ്ടപ്പെട്ടില്ല. ഇവിടേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, മരണത്തെ മുൻകൂട്ടി കണ്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ നിന്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും നിനക്ക് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു ഉദാഹരണ സഹിതം ടാങ്സാന്റെ ഫാദർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തിയെടുത്ത് ടാങ്സാനെ കുത്താൻ പോവുകയാണ് ടാങ്സാന്റെ ഫാദർ. ടാങ്സാൻ അത് തടുത്തെങ്കിലും ടാങ്സാന്റെ ഫാദറിന്റെ ശക്തി മൂലം ടാങ്സാന്റെ ശരീരത്തിന്റെ അടുത്തുവരെയും ആ കത്തി എത്തിയിരുന്നു. അതിനുശേഷം പേടിച്ച് പകച്ചു നിൽക്കുന്ന ടാങ്സാനോട് ടാങ്സാന്റെ ഫാദർ ചോദിക്കുകയാണ്, എന്ത് ഫീലിംഗ്സ് ആണ് നിനക്കിപ്പോൾ ഉണ്ടായത്? സ്വന്തം അച്ഛന്റെ കരങ്ങളാൽ വധിക്കപ്പെടാൻ പോവുകയാണ് എന്ന് തോന്നി. അത് കൂടാതെ എന്താണ് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ ടാങ്സാൻ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ മരിക്കാൻ തോന്നിയില്ല. ഉള്ളിൽ നിന്ന് ആരോ അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതെ, ഉള്ളിൽ നിന്നുള്ള ആ പ്രതിരോധം നീ പോലും അറിയാതെ യാദൃശ്ചികമായിട്ടാണ് അത് പുറത്തു വന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ടാങ്സാന്റെ ഫാദർ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതെന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബിബി ഡോങ് നേരത്തെ ഹുലീനയ്ക്ക് ഒരു ഡൊമൈൻ കാണിച്ചു കൊടുത്തിരുന്നല്ലോ, അതിന് സമാനമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് ഇത്. ഹുലീനയ്ക്കും ആ ശക്തി വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി അവർ സംസാരിച്ചിരുന്നല്ലോ. ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ടാങ്സാന്റെ ഫാദറും ടാങ്സാനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടാങ്സാന്റെ ഫാദർ തുടർന്ന് പറയുകയാണ്, ഈ ഒരു ശക്തി നീ ആർജിക്കുകയാണെങ്കിൽ നിന്റെ എതിരാളി നിന്നെക്കാളും എത്രയധികം ശക്തരാണെങ്കിൽ പോലും ഒരു ഭയവും ഇല്ലാതെ നിനക്ക് അവരെ നേരിടാൻ സാധിക്കും. അതിനുശേഷം അവന് ഒരു മുഖംമൂടി കൊടുത്തിട്ട് പറയുകയാണ്, മുന്നിലേക്കുള്ള വഴി ഒരുപാട് അപകടം നിറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഈ മാസ്ക് ധരിച്ചോളൂ. അതിനുശേഷം ഫാദറിന്റെ കൂടെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ടാങ്സാൻ അകത്തേക്ക് കയറുന്നു. ബാറിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ടാങ്സാൻ മുഖംമൂടി ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിനെ പറ്റിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുന്നതിന് ശേഷം നെതർലാൻഡ് ഷോട്ട് എന്ന പാനീയമാണ് അവർ ഓർഡർ ചെയ്യുന്നത്. ടാങ്സാന്റെ ഫാദർ ആകട്ടെ ഇതേ സമയം അവനുണ്ടാക്കുന്ന എക്യുപ്മെന്റ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് തരാൻ പറയുന്നു. ഒരുപക്ഷെ ടാങ്സാൻ അവിടെ പ്രാക്ടീസും മറ്റും ചെയ്യുന്ന സമയത്ത് ടാങ്സാന്റെ ഫാദർ റയർ ആയിട്ടുള്ള ആ മെറ്റീരിയൽസ് കിട്ടുന്ന സിറ്റിയിൽ പോയി അത് വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കാം ടാങ്സാന്റെ കയ്യിൽ നിന്ന് ആ മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് വാങ്ങുവാൻ ഉദ്ദേശിച്ചത്. ഉടനെ തന്നെ ആ ലിസ്റ്റ് ടാങ്സാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നെതർലാൻഡ് ഷോട്ട്സ് എന്ന് പേരുള്ള ആ പ്രത്യേക ലിക്വിഡിന് ചോരയുടെ ഗന്ധം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ടാങ്സാൻ അത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കുടിക്കാൻ സാധിക്കുന്നില്ല. ചുറ്റുമുള്ളവർ അത് കണ്ട് അവനെ കളിയാക്കുന്നുണ്ട്. ടാങ്സാൻ അപ്പോൾ ടാങ്സാന്റെ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, ഇത് കുടിക്കാതെ അവിടെ പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന്. ടാങ്സാന്റെ ഫാദർ അപ്പോൾ പറയുകയാണ്, ആ മതിലിന്റെ പുറകിലാണ് നെതർലാൻഡ് സിറ്റി ഒളിഞ്ഞിരിക്കുന്നത്. ഇത് കുടിക്കാതെ നിനക്ക് അവിടെ പ്രവേശിക്കാനാകില്ല. നെതർലാൻഡ് സിറ്റിയുടെ ഈ നിയമം തെറ്റിക്കണമെങ്കിൽ തീർച്ചയായും നിനക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഇത് ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി, നീ അതിന് അഡിക്റ്റഡ് ആകും. കൂടാതെ പ്രത്യേക ശക്തികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോലും ടാങ്സാന് വീണ്ടും അത് കുടിക്കാൻ സാധിക്കുന്നില്ല. അവൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അത് കണ്ട് വീണ്ടും ചുറ്റിലുള്ളവർ അവനെ പരിഹസിച്ച് ചിരിക്കുന്നു. ചിലരാകട്ടെ ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഇതുപോലും കുടിക്കാൻ സാധിക്കാത്ത ഈ കിഡിനെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? ടാങ്സാൻ അത് കേട്ട് ശരിക്കും ദേഷ്യമാകുന്നു. ടാങ്സാന്റെ ഫാദർ പറയുകയാണ്, നിനക്ക് അവരെ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് അറ്റാക്ക് ചെയ്യാം. നെതർ വേൾഡ് സിറ്റി എന്നത് ക്രൂരമായിട്ടുള്ള ഒരു സിറ്റിയാണ്. ശക്തിക്കാണ് ഇവിടെ പ്രാധാന്യം. ജീവനോടെ തിരിച്ചു വരാൻ ശ്രമിക്കണം. നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൾ ദ ബെസ്റ്റും കൊടുത്തുകൊണ്ട് ടാങ്സാന്റെ ഫാദർ അവിടുന്ന് പോവുകയാണ്. ടാങ്സാൻ ആകട്ടെ നിഷ്പ്രയാസം അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിരുന്നു. ഒന്ന് പ്രതിരോധിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അങ്ങോട്ട് വരുവാൻ അവന് യോഗ്യതയില്ല എന്ന് പറഞ്ഞവർക്ക് നല്ല ഇടി തന്നെയാണ് കിട്ടിയത്. അതിനുശേഷം അവന്റെ ബ്ലൂ ഡീമൻ ഐ ഉപയോഗിച്ച് മതിലിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന നെതർ സിറ്റി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവന്റെ ഹാമർ മതിലിന് നേരെ എറിഞ്ഞ് അത് തകർത്ത് നെതർ സിറ്റിയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. മുഖമെല്ലാം മൂടിയ ഒരു സ്ത്രീ രൂപമാണ് നെതർ വേൾഡ് സിറ്റിയിലേക്ക് അവനെ സ്വാഗതം ചെയ്തത്. ആ സ്ത്രീയും അവനോട് പറഞ്ഞിരുന്നു നെതർ വേൾഡ് സിറ്റി വളരെ ഡേഞ്ചറസ് ആണെന്ന്. അതിനുശേഷം ആ സ്ത്രീ രൂപവും പറയുന്നുണ്ട്, നെതർ വേൾഡ് ഷോട്ട് എന്ന ഈ പാനീയം കുടിക്കുകയാണെങ്കിൽ നെതർ വേൾഡ് സിറ്റിയിൽ നിന്ന് എന്തും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്നാൽ ടാങ്സാൻ ഇപ്പോഴും അത് കുടിക്കാൻ തയ്യാറാകുന്നില്ല. ആ സ്ത്രീ അപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ, പക്ഷെ അതിനൊരു പണിഷ്മെന്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. നെതർ വേൾഡ് ഷോട്ട് എന്ന പാനീയം കുടിക്കാത്തത് കൊണ്ട് തന്നെ ടാങ്സാന് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പോരാളിയെ നേരിടേണ്ടി വരുന്നു. അവിടെ വെച്ചാണ് ടാങ്സാന് മനസ്സിലാകുന്നത് അവന്റെ സോൾ റിങ്ങുകളൊന്നും പ്രത്യക്ഷമായിട്ടില്ല. സോൾ പവറുകളൊന്നും അവിടെ വെച്ച് വർക്ക് ആകില്ല. വെറുതെയല്ല സോൾ പവർ ഒന്നും ഉപയോഗിക്കാതെ ഹാമർ ഉപയോഗിക്കാൻ തന്റെ ഫാദർ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതെന്ന് ടാങ്സാന് ഇതേ സമയം മനസ്സിലാവുന്നു. ആ ഒരു ഫൈറ്റും അധിക നേരം നീണ്ടു നിന്നില്ല. കുതിരപ്പുറത്തിരിക്കുന്ന പോരാളി അല്പനേരം മാത്രമേ പ്രതിരോധിച്ച് നിന്നുള്ളൂ. അപ്പോഴേക്കും അയാളും പരാജയപ്പെട്ടു. ഹാമർ കൊണ്ട് വളരെ വേഗത്തിൽ നല്ലൊരു അറ്റാക്ക് തന്നെയാണ് ടാങ്സാൻ നടത്തിയത്. അയാൾ ശരിക്കും ഒന്ന് ഞെട്ടിയിരുന്നു. ഇതെല്ലാം തന്നെ മുകളിൽ നിന്ന് ഹുലീനയും കണ്ടിരുന്നു. ടാങ്സാന് മുമ്പേ ബിബി ഡോങ്ങിന്റെ അനുമതിയോടെ ഹുലീന അവിടെ എത്തിയിരുന്നു. അവർ സംസാരിച്ചതും നെതർവേർഡിനെ കുറിച്ച് തന്നെയായിരുന്നു. ടാങ്സാനെ കാണുമ്പോൾ ടാങ്സാൻ ആണ് അതെന്ന് ഹുലീനയ്ക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അവന്റെ ഹാമർ കണ്ടു കഴിയുമ്പോൾ മുഖംമൂടി ധരിച്ചത് കൊണ്ടാണ് ടാങ്സാൻ ആണ് അതെന്ന് മനസ്സിലാവാതിരുന്നത്. ഇതേ സമയം തന്നെ നെതർ ഷോട്ട് എന്ന പാനീയം ഹുലീന ആസ്വദിച്ചു
കുടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ടാങ്സാന്റെ ഫാദർ പറഞ്ഞിരുന്നല്ലോ ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി അഡിക്റ്റഡ് ആകുമെന്ന്. അതിനുശേഷം അയാളെ പരാജയപ്പെടുത്തിയതുകൊണ്ട് തന്നെ കുതിരപ്പുറത്തിരിക്കുന്ന ആ പോരാളിയുടെ കയ്യിൽ നിന്ന് ലൈഫ് ആൻഡ് ഡെത്ത് ടോക്കൺ കിട്ടുകയാണ്. അതിൽ 9528 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നെതർവേർഡ് സിറ്റിയിൽ ആ നമ്പറിലാണ് അറിയപ്പെടുന്നത്. ടാങ്സാൻ ഇനി മുതൽ ആ ഒരു നമ്പറിലായിരിക്കും നെതർവേർഡ് സിറ്റിയിൽ അറിയപ്പെടുന്നത്. അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ നേരത്തെ കണ്ട സ്ത്രീ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ട ടാങ്സാനോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ഗൈഡ് ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും 24 മണിക്കൂറിനുള്ളിൽ ഉത്തരം നൽകും. ആദ്യമേ തന്നെ ടാങ്സാൻ ചോദിക്കുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് ടോക്കനെ പറ്റിയാണ്. അതിനുത്തരമായിട്ട് ആ സ്ത്രീ പറയുന്നത് നെതർവേൾഡിൽ പേരിലല്ല ആരും അറിയപ്പെടുന്നത്, ഈ ടോക്കൺ ആയിരിക്കും അവരുടെ ഐഡന്റിറ്റി. അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടാൽ അവരുടെ ജീവനും നഷ്ടമാകും. ഇവിടേക്ക് പ്രവേശിക്കാൻ ആ ഒരു കവാടം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി വരാനൊന്നും സാധിക്കില്ല. ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ സോൾ പവറുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗ്രാൻഡ് സോൾ മാസ്റ്റേഴ്സ് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ടാകും. തിരികെ പോകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ കരങ്ങളാലായിരിക്കും വധിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ തിരികെ പോകാൻ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെയുള്ള ഹെൽസ് ട്രെയിനിങ് ഗ്രൗണ്ടിലെ 100 മത്സരങ്ങൾ വിജയിക്കുക. അതിനുശേഷം ഹെല്ലിലെ ഒരു പാതയും ഉണ്ട്, അതും മുറിച്ചു കടക്കുക. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേജ്. ഈ 1000 വർഷത്തിനിടയ്ക്ക് ആകെ 8 പേർ മാത്രമേ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. 100 ലെവലുകളും കംപ്ലീറ്റ് ആക്കിയ വളരെ പവർഫുൾ ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നെതർ സിറ്റി രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോ നെതർവേൾഡ് ഭരിക്കുന്നത് ഇവിടുത്തെ നെതർവേൾഡ് കിങ് ആണ്. ഇതേ സമയം തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതവും കാണിക്കുന്നുണ്ട്. പിച്ചക്കാരുടേതിന് സമാനമായിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. ഭക്ഷണത്തിന് പോലും അവിടെ ഇടിയാണ്. ആ സ്ത്രീ ആകട്ടെ തുടർന്ന് പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പവറുകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല, പക്ഷേ സോൾ സ്കില്ലുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോഴേക്കും ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്ന് ടാങ്സാന്റെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്. ഉടനെ തന്നെ ടാങ്സാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രെഡ് കൊടുക്കുന്നു. അത് കണ്ട് ആ സ്ത്രീക്ക് അതിശയമാകുന്നുണ്ട്. നെതർവേർഡ് സിറ്റിയിൽ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ടാങ്സാൻ ആകട്ടെ ഇനി എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് ആ സ്ത്രീ പറയുന്നത് മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു നന്മകളും പാടില്ല എന്നാണ്. ഉദാഹരണമായിട്ട് മനുഷ്യരുടെ ഉള്ളിലുള്ള കരുണ, ദയ, വിശ്വസ്തത അതൊന്നും തന്നെ അവിടെ പാടില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും ടാങ്സൺ ഒരാൾക്ക് ബ്രെഡ് കൊടുത്തത് കൊണ്ട് തന്നെ കുറെ ആളുകൾ അവരുടെ ചുറ്റിനും കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീ ആകട്ടെ അവരുടെ ശക്തി ഉപയോഗിച്ച് അവരെ എല്ലാവരെയും തെറിപ്പിച്ചു കളയുന്നു. അതിനുശേഷം ടാങ്സാനോട് പറയുകയാണ്, നിനക്ക് കഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തും നേടിയെടുക്കാം. ഇതേ സമയം തന്നെ നെതർവേൾഡ് കിങ്ങും ഒരു മിറർ പോലത്തെ സംഭവത്തിലൂടെ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. ടാങ്സാൻ വേറെ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ കുറച്ച് ഡിഫറന്റ് ആണ്. ആക്രമണകാരികളെ പോലെയുള്ള, പിടിച്ചുപറിക്കാരെ പോലെയുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ടാങ്സാൻ ഇതേ സമയം ഓർക്കുന്നത് നെതർലാൻഡ് ഷോട്ട് എന്ന പാനീയത്തെ പറ്റി ടാങ്സാന്റെ ഫാദർ പറഞ്ഞതിനെ കുറിച്ചാണ്. അത് പ്രത്യേക തരം ഒരു ലിക്വിഡ് ആണ്. അത് നിന്നിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. അത് നിന്റെ വിൽ പവർ ഡൗൺ ആക്കുന്നു. അത് മാത്രമല്ല ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റ് ആകും. അവിടെയുള്ള ആളുകൾ അഡിക്റ്റഡ് ആയിട്ട് അത് കുടിക്കുന്നതും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും ഒക്കെ അവൻ കാണുന്നുണ്ട്. ആ സ്ത്രീ ഇതേ സമയം പറയുന്നുണ്ട്, ഇവിടെയുള്ള ആളുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് അവരോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ തന്നെ പോകും. ഇവിടെ എത്തി ആദ്യത്തെ 24 മണിക്കൂറും സേഫ് ആയിരിക്കും, പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അത് മാത്രമല്ല ഇവിടെ കാശ് കൊടുത്തും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. അപ്പോ ഒരാൾ അവിടെ ഭക്ഷണം എടുത്തു വെക്കുന്നതായിട്ടും കുറെ ആളുകൾ ആർത്തിയോടെ വന്ന് അത് കഴിക്കുന്നതായിട്ടും കാണിക്കുന്നു. എന്നാൽ അതിൽ ഒരാൾ ഉടനെ തന്നെ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. ആ സ്ത്രീ പറയുകയാണ്, ചിലപ്പോൾ അതിൽ വിഷവും ഉണ്ടായെന്ന് വരാം. ദേ ഇതുപോലെ ഹുലീനയും അവരെ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹുലീനയാകട്ടെ ആരോടോ എന്തോ പറഞ്ഞ് ഏൽപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ടാങ്സാന് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് ആ സ്ത്രീ അവനെ കൊണ്ടുവരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ കഷ്ണത്തിൽ ചുറ്റിക പതിഞ്ഞ പാടുകൾ കാണുന്നത്. അത് മൈറ്റി ഡീമന്റെ ആണെന്ന് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നു. ടാങ്സൺ അവന്റെ ചുറ്റിക അവിടെ വെച്ച് നോക്കുകയും അത് തന്റെ ഫാദറിന്റെ ചുറ്റികയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്ന് വന്ന ഒരാൾ ആക്രമിക്കുകയാണ്. മിക്കവാറും അതിനെ ഹുലീന പറഞ്ഞു വിട്ടതായിരിക്കും. അതിനനുസരിച്ച് ടാങ്സാനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ടാങ്സൺ അവന്റെ ഹാമർ ഉപയോഗിച്ച് അത് തടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഹുലീനയും അവിടെ എത്തി കത്തി പോലെയുള്ള അവളുടെ ആയുധം എറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ കൊല്ലുന്നു. മിക്കവാറും ടാങ്സാന്റെ ശക്തി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം ആ വ്യക്തിയെ വിട്ടത്. ടാങ്സാന്റെ സ്പീഡ് കണ്ടിട്ട് മറ്റേ സ്ത്രീ പറയുകയാണ്, നിനക്ക് എന്റെ പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഹുലീനയാകട്ടെ ടാങ്സാൻ ആണ് അതെന്ന് മനസ്സിലാക്കാതെ പറയുകയാണ്, നിങ്ങൾ ഈ സ്ഥലത്ത് പുതിയതാണല്ലേ, ഈ സ്ഥലം അത്രക്ക് സേഫ് അല്ല, സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഇത് തീർച്ചയായും ടാങ്സാൻ ആയിരിക്കില്ല. ടാങ്സാന് ഈ വ്യക്തിയുടെ സ്പീഡിന്റെ അടുത്ത് പോലും എത്തില്ല. ടാങ്സാൻ അപ്പോൾ ആലോചിക്കുന്നത് ഹുലീന എന്താണ് ഇവിടെ എന്നാണ്. മിക്കവാറും അവൻ വന്ന ആവശ്യത്തിന് തന്നെയാണ് അവളും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല ഹുലീനയെ കണ്ടപ്പോൾ ടാങ്സാൻ വലിയ എക്സ്പ്രഷൻ ഒന്നും കാണിച്ചില്ല. ഹുലീന
ഹുലീന അവനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ടാങ്സാനെ ഗൈഡ് ചെയ്യുന്ന സ്ത്രീ ആകട്ടെ ഇങ്ങനെ പറയുന്നു, നിനക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ അവളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുന്നതാണ് നല്ലത്. ഇതിനോടകം തന്നെ 16 മത്സരങ്ങളിൽ അടുപ്പിച്ച് ജയിച്ച് 100 സ്ഥാനങ്ങൾക്ക് ഉള്ളിലാണ് അവളിപ്പോൾ വന്നു നിൽക്കുന്നത്. ടാങ്സാൻ അപ്പോൾ ചോദിക്കുകയാണ്, 16 മത്സരങ്ങളിൽ ജയിച്ചാൽ 100 സ്ഥാനങ്ങൾക്ക് ഉള്ളിൽ എത്താമോ? ആ സ്ത്രീ അപ്പോൾ പറയുകയാണ്, നീ എന്താണ് കരുതിയത്, പുറത്ത് നടക്കുന്ന മത്സരങ്ങൾ പോലെയാണ് ഇവിടുത്തെ മത്സരങ്ങളും എന്നാണോ? ഒരിക്കലുമില്ല. ഇവിടെ നടക്കുന്ന മത്സരങ്ങൾ 2 പേർ തമ്മിലൊന്നുമല്ല, 10 പേർ ഒരുമിച്ചായിരിക്കും ഫൈറ്റ് ചെയ്യുക. 10ഉം ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ, അതിൽ ഒരാൾ മാത്രമായിരിക്കും വിജയിക്കുക. അപ്പോ നീ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, ഒരേ സമയം 10 മത്സരങ്ങൾ നടക്കുന്നത് പോലെയാണിത്. അപ്പോൾ 16 മത്സരങ്ങൾ നടന്നാലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ടാങ്സാനേക്കാൾ കുറച്ച് നേരത്തെ വന്നതാണ് ഹുലീന. അതിനുശേഷം ടാങ്സാനെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ മത്സരാർത്ഥികളുടെ പേരിൽ അവർ ബെറ്റൊക്കെ വെക്കുന്നുണ്ട്. അത് മാത്രമല്ല ടാങ്സാൻ അവന്റെ പേര് രജിസ്റ്ററും ചെയ്യണമെന്ന് പറയുന്നു. ഉടനെ തന്നെ ഒരാൾ വിജയിക്കുകയാണ്. അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ബാക്കി 9 ആളുകളും പരാജയപ്പെട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ടാങ്സാൻ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കുന്നത്. വിജയിച്ചയാൾ തോറ്റ ആളുകളുടെ സോൾ പവറുകൾ ആഗിരണം ചെയ്യുന്നു. ഇവിടെ ജയിച്ച ആൾക്ക് തോറ്റ 9 ആളുകളുടെയും സോൾ പവർ ഇങ്ങനെ ആഗിരണം ചെയ്യാമെന്ന് ആ സ്ത്രീയും പറഞ്ഞു കഴിയുമ്പോൾ ടാങ്സാൻ അത് നിരീക്ഷിച്ചിട്ട് പറയുകയാണ്, ഇവർ പറയുന്നത് നുണയാണ്. മിക്ക സോൾ പവറും അടിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ജയിച്ച വ്യക്തി തോറ്റ വ്യക്തികളുടെ സോൾ പവർ ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ മിക്കതും പോകുന്നത് അണ്ടർഗ്രൗണ്ടിലേക്കാണ്. അത് മാത്രമല്ല ജയിച്ച ആ വ്യക്തി തോറ്റവരുടെ സാധനങ്ങളും കവർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഷോപ്പിംഗ് ചെയ്യുന്ന ഓസ്കാറിനെയും റോങ്റോങ്ങിനെയുമാണ്. അതിനുശേഷം സൺബാത്ത് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് ആരോ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓസ്കാറിന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ഓസ്കാർ റോങ്റോങ്ങിന്റെ കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ. അവരെ കണ്ടു കഴിഞ്ഞാൽ മാർഷൽ സോൾ ഹാളിലുള്ളവരാണെന്നാണ് തോന്നുന്നത്. അവർ റോങ്റോങ്ങിനെയും ഓസ്കാറിനെയും വിടാതെ പിന്തുടരുന്നു. അവസാനം ഒരു സ്ഥലത്ത് വെച്ച് അവർക്ക് പോകാൻ വേറെ വഴിയും ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. എന്നാൽ റോങ്റോങ്ങിന്റെ ആ ഒരു ടോക്ക് അവർക്ക് ഇഷ്ടമാകുന്നില്ല. അവർ പറയുകയാണ്, സപ്പോർട്ട് ബ്രാഞ്ചിലുള്ളവർ സോൾ മാസ്റ്റേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതിനുശേഷം അവർ പറയുകയാണ്, പണം മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. റോങ്റോങ്ങിനോട് മോശമായിട്ടുള്ള എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ട് ഓസ്കാറിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. എങ്കിലും അത് അടക്കി പിടിച്ച് ഓസ്കാർ പറയുകയാണ്, ശരിയാണ്, ഇവൾ സുന്ദരിയാണ്, നല്ല സമ്പത്തുമുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓസ്കാർ അവന്റെ പുറകിൽ ഒരു സോസേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി റോങ്റോങ് അത് എടുക്കാനൊരുങ്ങുന്നു. എന്നാൽ ആ സോൾ മാസ്റ്റേഴ്സിന് അത് മനസ്സിലാകുന്നു. ഉടനെ തന്നെ അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ റോങ്റോങ്ങിന് ആ സോസേജ് കഴിക്കാനായില്ല. ദേഷ്യത്തോടെ അവൾ പറയുകയാണ്, ക്യൂബർ ആംബർ പഗോഡയിലുള്ളവരെ തൊടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അത് കേട്ട് അവർ പേടിച്ച് പിന്മാറുമെന്നാണ് റോങ്റോങ് കരുതിയത്. എന്നാൽ അതിന് വിപരീതമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരികയാണ് അവർ. ടാങ്സാന്റെ ആയുധമൊക്കെ അവരുടെ നേരെ പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. റോങ്റോങ്ങിന് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഓസ്കാറിന് നല്ല രീതിയിലുള്ള പരിക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വൂൾവറിന്റെ പോലത്തെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവസാനം ചോര തുപ്പി നിലത്ത് കിടക്കുന്ന ഓസ്കാറിന്റെ കൈ ഒടിക്കാൻ പോലും അവർ തീരുമാനിക്കുന്നു. റോങ്റോങ്ങിന്റെ കഴുത്തിലാകട്ടെ അവരുടെ ക്ലോ പോലത്തെ സംഭവം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ ഉച്ചത്തിൽ അലമുറയിട്ട് കരഞ്ഞ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. എന്നാൽ അവരതൊന്നും കേട്ടില്ല. അവർ ഓസ്കാറിന്റെ കൈ ഒടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു വ്യക്തി പാഞ്ഞു വന്ന് അയാളുടെ കാണ്ടാമൃഗത്തിന്റെ ശക്തി അവരുടെ മേൽ പ്രയോഗിച്ചത്. പവർഫുൾ ആയിട്ടുള്ള അയാളുടെ അറ്റാക്കിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. റോങ്റോങ്ങും ഓസ്കാറും അതിനുശേഷം തങ്ങളെ സഹായിച്ച ആ വ്യക്തിയോട് ഒരുപാട് നന്ദി പറയുന്നു. അയാളുടെ പേര് ചോദിച്ചപ്പോൾ വാങ്ഷെങ് എന്നാണ് പറഞ്ഞത്. അയാൾ ചെയ്ത സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാമെന്ന് അയാളോട് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം റോങ്റോങ്ങും ഓസ്കാറും അവിടുന്ന് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വ്യക്തിയും അവരെ നേരത്തെ അറ്റാക്ക് ചെയ്ത വ്യക്തിയും ഒരേ ടീമാണ്. അവർ റോങ്റോങ് അന്ധയാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ശക്തിയും ഇല്ലാത്ത ഓസ്കാറിനെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വാങ്ഷെങ് അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ എന്റെ ശക്തി കണ്ടില്ലേ, ഇനി അവൾ ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്നെ ആയിരിക്കും. ഇവർ മാർഷൽ സോൾ ഹാളിൽ ഉള്ളവരല്ല എന്നാണ് തോന്നുന്നത്. വാങ്ഷെങ്ങിന് റോങ്റോങ്ങിനെ ഇഷ്ടമായിരിക്കണം. പിന്നെ വീണ്ടും ടാങ്സാനെ കാണിക്കുന്നു. ടാങ്സാന്റെ ആദ്യത്തെ മത്സരമാണ്. ടാങ്സാന്റെ മത്സരം കാണാൻ ഹുലീനയും അവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള മത്സരാർത്ഥികൾ ടാങ്സാനോട് പറയുന്നുണ്ട്, നീ പുതിയതല്ലേ, നീ എത്രമാത്രം വീക്കാണോ അത്രമാത്രം മറ്റുള്ളവർ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കും. അതിനുശേഷം ടാങ്സാൻ ആണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വീക്ക് എന്ന് കരുതി എല്ലാവരും ഒരുമിച്ച് ടാങ്സാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അവർ കരുതിയിരുന്നില്ല അവർ കളിക്കുന്നത് തീയോടാണെന്ന്. ശരവേഗത്തിലുള്ള ടാങ്സാന്റെ ആക്രമണത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ടാങ്സാൻ അവന്റെ ഹാമർ പോലും യൂസ് ചെയ്തില്ല. വാൾ ഉപയോഗിച്ച് അവൻ എല്ലാവരെയും ആക്രമിച്ച് പരാജയപ്പെടുത്തി. പക്ഷെ അവൻ ആരെയും കൊല്ലുന്നതായിട്ട് കാണിച്ചില്ല. ആ മത്സരത്തിൽ അവസാനമായ വ്യക്തിയെ കൊല്ലുവാൻ കാണികൾ അലമുറയിട്ട് ടാങ്സാനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ടാങ്സൻ ആരെയും കൊന്നില്ല. വാളുകൊണ്ട് അടിച്ച് ബോധം കെടുത്തുകയാണ് ചെയ്തത്. ഇതോടെ ടാങ്സൻ ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡും ഇതോടെ കഴിയുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്
കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.